ഹലോ, അപ്പോൾ നമ്മുടെ 18ാമത്തെ നോമ്പിൻ്റെ വിശേഷങ്ങളായിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ഇന്ന് നോമ്പ് തുറക്കാനുണ്ടാക്കിയത്, ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ആയിട്ടാണ്. അപ്പോൾ ഇന്നലെ രാത്രി നീനിട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓള് വന്ന പാടെ ഓള് നോമ്പ് തുറന്നിട്ട് കിടന്നുറങ്ങലായിരുന്നു. അപ്പോൾ ഉറങ്ങിയതുകൊണ്ട് തന്നെ ഞാൻ എല്ലാ പണികളൊക്കെ കഴിഞ്ഞ് കിടക്കാൻ വേണ്ടിയാണ് ഒരുങ്ങിയപ്പോൾ ഓൾ അങ്ങോട്ട് എഴുന്നേറ്റു. എനിക്ക് കുളിക്കണം, ഉമ്മച്ചിയെ കുളിക്കാതെ കിടക്കാൻ പറ്റില്ല, കുറേ ദിവസം 2 ദിവസമായി കുളിച്ചിട്ട്. ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് ചിലപ്പോൾ ക്ഷീണം കൊണ്ട് അങ്ങനെ കുളിക്കില്ല, വേണ്ട പെട്ടെന്ന് മേല് കഴുകിയാണ് പോരും. അപ്പോൾ അതുകൊണ്ട് തന്നെ വന്നിട്ട് കുളിക്കണം എന്നുള്ള മനസ്സിലിങ്ങനെ ഉണ്ട്, അറിയാതെ അങ്ങോട്ട് ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോയതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ അവളെ വെയിറ്റ് ചെയ്തു. പാവല്ലേ, എപ്പോഴെങ്കിലും എല്ലാം ഒന്ന് കരുതിയിട്ട് ഞാൻ എണ്ണയൊക്കെ തേച്ച് കൊടുത്തിട്ട് അവള് കുളിക്കണ വരെ വെയിറ്റ് ചെയ്ത് നിന്ന് കിടന്നപ്പോൾ 2 മണി ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പലിച്ചക്ക് ഞാൻ എഴുന്നേറ്റ് ഫുഡൊക്കെ കൊടുത്ത് പാത്രം കൂടിയും കഴുകാൻ നിന്നിട്ടില്ല, വേഗം അങ്ങോട്ട് കിടന്നുറങ്ങി. ഇപ്പോൾ ഒരു 10 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ എഴുന്നേറ്റ് വന്നപ്പം. അപ്പോൾ ഞാൻ ഇതും നീനുട്ടിൻ്റെ ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇത് ഒക്കെ ഒന്ന് അലക്കാനുള്ളതൊക്കെ ഒന്ന് വേർതിരിക്കുള്ളൂ. ഇന്ന് ഇപ്രാവശ്യം വന്നപ്പോൾ ബെഡ്ഷീറ്റും പുതപ്പും തലയണ കവറും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ വേറെ ആക്കി ഇങ്ങനെ സെപ്പറേറ്റ് ആക്കി വെക്കുകയാണ്. വെള്ള ഡ്രസ്സുകൾ വേറെ. ഇനിയിപ്പോൾ ഇന്ന് വന്നിട്ട് നമുക്ക് തിരിച്ച് പോകുമ്പോൾ കൊണ്ടുപോകണം എന്നുള്ള നിർബന്ധമുള്ള കുറച്ച് ഡ്രസ്സുകളൊക്കെ ഉണ്ടാവുമല്ലോ, അടിവസ്ത്രങ്ങളായിട്ടും പിന്നെ തോർത്തുമുണ്ട് കാര്യങ്ങളൊക്കെ ആയിട്ട്, അതൊക്കെ വേഗം ഒന്ന് എടുത്ത് തന്നെ അലക്കാനായിട്ട്. ബാക്കി പിന്നെ നമുക്കുള്ള കുഴപ്പമില്ലല്ലോ, എപ്പോൾ വേണമെങ്കിലും അലക്കാലോ എന്ന് കരുതി. പിന്നെ നൈറ്റ് ഡ്രസ്സൊക്കെയാണ് അതൊക്കെ എടുത്തിട്ട് വേഗം അലക്കാൻ കൊണ്ടുപോയിട്ടു. അത് കഴിഞ്ഞ് ഞാൻ ഒരു 10 മണിയായപ്പോൾ തന്നെ വെയിലിൻ്റെ ചൂടുകൊണ്ട് ഇന്നലെ അലക്കിയിട്ടതാണ് കേട്ടോ, നന്നായിട്ട് മുരിഞ്ഞിങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വേഗം അതൊക്കെ എടുത്തിട്ട് മടക്കി വെക്കട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ അത് അവിടെ തിരുമ്പലും നടക്കുന്നുണ്ട്. പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ സിങ്കിൽ, അതൊക്കെ അപ്പം തന്നെ വേഗം കഴുകി വെച്ചു കേട്ടോ. അപ്പോൾ കിച്ചണാണ് ക്ലീൻ ആക്കി. പിന്നെ വല്ലാതെ അലമ്പാക്കിയിട്ടില്ല, ഇന്നലെ നന്നായിട്ട് അടിച്ചു വാരി തുടച്ച് ക്ലീൻ ആയി. നമ്മൾ മാറാലൊക്കെ തട്ടി 15 നോമ്പായിരുന്നു, നോമ്പിൻ്റെ മുന്നേ ഒന്ന് നോമ്പും പണി എടുത്ത് മൊത്തത്തിൽ വൃത്തിയാക്കിയതാണ്. പിന്നെ അത് മാറാല തട്ടി അങ്ങോട്ട് എടുത്തിട്ടില്ല കേട്ടോ, ചൂലുകൊണ്ട് കാണുന്നത് ഭാഗമൊക്കെ ഇങ്ങനെ തട്ടുക എന്നല്ലാതെ. അപ്പോൾ ഇന്ന് ഞാൻ അതൊക്കെ ഒന്ന് തട്ടി പകുതി നോമ്പായി, ഇനി പെരുന്നാൾക്ക് ഒന്ന് വൃത്തിയാക്കിയാൽ മതി. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് പണികളൊക്കെ ഇന്നലെ ചെയ്ത് നന്നായിട്ട് 2 പ്രാവശ്യം തുടച്ചൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വലിയ പൊടിയോ കാര്യങ്ങളൊന്നും ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അടിച്ചു വരാനും തുടക്കാനൊന്നും നിന്നിട്ടില്ല. വേഗം മടക്കി വെക്കുകയാണ്, ഓരോന്നോരോന്ന് എടുത്ത് മടക്കി വെച്ച് സെറ്റക്കി അതിൻ്റെ പോലെ കൊണ്ടുപോയി വെക്കുന്ന അലമാറയിലൊക്കെ കൊണ്ടുവെക്കാണ് കേട്ടോ. ഐറൂസിൻ്റെ കുറച്ച് ഡ്രസ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഇവിടെ വന്ന ടൈമിൽ വെച്ച് കുറേ ഡ്രസ്സുകളാണ് കേട്ടോ. അത് ഒരു ദിവസം 1-2 ഡ്രസ്സിൽ ഒതുങ്ങൂല, ഒരു 3-4 ഡ്രസ്സ് ഇടും. എന്നാലും അധികം എപ്പോൾ നോക്കിയാലും ഡ്രസ്സ് ഇടാതായിരിക്കും. കാരണം നമ്മൾ നല്ല വൃത്തിയിൽ ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്തിട്ട് അവൻ എന്തെങ്കിലും ഫുഡ് കൊടുക്കുകയാണെങ്കിൽ അപ്പം അതൊക്കെ മേത്ത് കൂടെ അങ്ങോട്ട് ആക്കും. പിന്നെ അത് ഊരിയിടും, പിന്നെ മേലേക്ക് പിന്നെ ഇടും. അങ്ങനെ ഒരു സീരീസാണ് അവൻ്റെ ഡ്രസ്സ് പരമ്പര കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഒരുപാട് ഡ്രസ്സുകളൊക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ എന്തായാലും അതൊക്കെ ഒന്ന് എടുത്ത് അലമാരയിലൊക്കെ കൊണ്ടുപോയി വെച്ചു. പിന്നെ കുറച്ച് നേരം നീനുട്ടിനായിട്ട് ഇങ്ങനെ സംസാരിച്ചിരുന്നു. ഓള് അവിടെ കിടക്കായതുകൊണ്ട് ഞാൻ പിന്നെ വല്ലാതെ അങ്ങോട്ട് വീഡിയോ എടുത്തില്ല. അവളങ്ങനെ ക്ഷീണം തന്നെയാണ്, നോമ്പും നോൽക്കുക ജോലിയും കാര്യങ്ങളും. അപ്പോൾ നല്ല ഇവിടെ വരുമ്പോൾ ഒക്കെ ഒരു ടയർഡ്, അധികം ഒരു ക്ഷീണമാണ്. കാരണം ഇവിടെ ആകുമ്പോൾ നമ്മൾ കുറച്ചും കൂടി ഒന്ന് എന്താ പറയുക, അമ്മാൻ്റെ അടുത്ത് ഉപ്പാൻ്റെ അടുത്ത് വരുമ്പോൾ ക്ഷീണം ഒന്നും കൂടി കൂടുമല്ലോ. അപ്പോൾ എന്തായാലും ഞാൻ പിന്നെ അവിടെ അവളുടെ അടുത്ത് കുറച്ച് നേരം ഇങ്ങനെ കിടന്നു. പിന്നെ വേഗം ഒരു 2 മണിയൊക്കെ ആയപ്പോൾ കിച്ചണിക്ക് വന്നിട്ട് കുറച്ച് ചിക്കൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു എൻ്റെ ഹസ്ബൻഡ്. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വെച്ച് പിന്നെ ഫ്രൂട്ട്സുകളൊക്കെ അങ്ങനെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നീനുട്ടി ഉള്ളതുകൊണ്ട് ഓക്ക് ഇഷ്ടപ്പെട്ട ഫ്രൂട്ട്സാണ് കൊണ്ടുവന്നത്. പിന്നെ പച്ചമുന്തിരി, പിന്നെ നീനൂനും ഇതുമൂനും മോളൂനും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, ഐറൂസിനും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എന്തായാലും അത് നന്നായിട്ട് കഴുകിയൊക്കെ വെച്ചിട്ടുണ്ട്, ഫ്രിഡ്ജിക്ക് വെക്കണം. പിന്നെ നല്ല മാങ്ങ കിട്ടിയപ്പോൾ കൊണ്ടുവന്നതാണ്. അപ്പോൾ അതൊക്കെ കഴുകി വെക്കുക, ചെത്തി വെക്കേണ്ട കരുതി. ആ സമയം ആകുമ്പോൾ അങ്ങോട്ട് കട്ട് ചെയ്ത് കഴിക്കാമെന്ന് കരുതി. ഏതായാലും ജ്യൂസൊന്നും അടിക്കണില്ല. അപ്പോൾ ഞാൻ എന്താ പറയുക, അതുപോലെ തന്നെ കഴുകി എടുത്ത് ഫ്രിഡ്ജിക്ക് അങ്ങോട്ട് വെക്കാമെന്ന് കരുതി. പിന്നെ പൈനാപ്പിളും ഉണ്ട്, പപ്പായ ഉണ്ട് കേട്ടോ. അപ്പോൾ പൈനാപ്പിൾ ജ്യൂസ് അടിക്കാമെന്നാണ് വിചാരിച്ചത്. കുറച്ച് ലൂസായിട്ട് അടിച്ചിട്ട് മൂപ്പർക്ക് പഞ്ചസാര ഇടാതെയും കൊടുക്കാം, നമുക്ക് വേണമെങ്കിൽ പഞ്ചസാരയൊക്കെ ഇട്ട് നീനൂട്ടിക്കും ഇതുമൂനൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ കൊടുക്കാമെന്നൊക്കെ വിചാരിച്ചു. എന്തായാലും ഇത് നമ്മുടെ ആണ്ടിൻ്റെ ഇറച്ചിയാണ് കേട്ടോ. അപ്പോൾ അത് നേരെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അന്നായിരുന്നു മഞ്ചേരിയിലെ വീട്ടിലെ നോമ്പ് തുറ, നീലുട്ടൻ്റെ ബർത്ത്ഡേ നോമ്പ് തുറ കൊപ്പായിരുന്നേ. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുക ഫോണ് കൊണ്ടുപോകാൻ കയ്യിലെടുക്കാൻ വിട്ടുപോയി, വണ്ടിയിൽ കയറി കുറച്ച് പോയപ്പോഴാണ് ഓർമ്മ വന്നത്. പിന്നെ എൻ്റെ കയ്യിൽ നമ്മൾ ഫോൺ വിളിക്കുന്നതും എല്ലാം ഉപയോഗിക്കുന്നൊരു ഫോണാണ്, അത് തീരെ ക്ലാരിറ്റി ഇല്ല. അതുകൊണ്ട് ഞാൻ അങ്ങനെ അധികം ലോങ് വീഡിയോ ആയിട്ട് എടുത്തില്ല. പിന്നെ അതിൽ മെമ്മറിയും കുറവാണ് കേട്ടോ, ഞാൻ വീഡിയോ എടുക്കുന്നത് വേറെ ഫോണിലാണ്. അപ്പോൾ എനിക്കത് ഡീറ്റെയിൽ ആയിട്ട് ലോങ് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. അതാണ് ഞാൻ ഷോർട്സിൽ ഒതുക്കിയത് കേട്ടോ. ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ലോങ് വീഡിയോ ഇവിടെ എന്നുള്ളത്, അപ്പോൾ അതുകൊണ്ടാണ് എടുക്കാഞ്ഞത്. അപ്പോൾ ഞാൻ ഷോർട്സായിട്ട് നമ്മൾ ഇട്ടിട്ടുണ്ട് വീട്ടിലെ നോമ്പ് തുറ കാര്യങ്ങളൊക്കെ. അതുകൊണ്ടാണ് ഈ ഇറച്ചി ഇപ്പോൾ നമ്മൾ എന്താ പറയുക, നമ്മുടെ ആണ്ടിൻ്റെ ഇറച്ചി അവിടെ ഫ്രിഡ്ജിൽ കിടക്കുന്നത്. അപ്പോൾ ഞാനത് അതവിടെ ഒന്ന് ചൂടാക്കി തിളപ്പിച്ച് വെച്ചു. പിന്നെ പാലൊക്കെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞ്
പറഞ്ഞ് നീനുട്ടിക്ക് കരിമ്പൊരിയൊന്നും വേണ്ട, അവിടെ ഓള് വർക്ക് ചെയ്യണോടത്ത് പിന്നെ അവിടെ തന്നെ നല്ല കരിമ്പൊരി സമൂസ കട്ട്ലറ്റൊക്കെ ഇങ്ങനെ കിട്ടപ്പോൾ അത് അവിടുന്ന് തന്നെ കൂടുതൽ കഴിക്കണതുകൊണ്ട് പിന്നെ വേണ്ട, എനിക്ക് അങ്ങനത്തെ ഐറ്റംസ് ഒന്നും വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പാലൊക്കെ ഉണ്ടാക്കാമെന്ന് വെച്ചാൽ അതാകുമ്പോൾ പഴവും സാബുനരിയൊക്കെ കഴിക്കുന്നത് നല്ലതാണല്ലോ എന്ന് കരുതിയിട്ട് നെയ്യിലൊക്കെ വാട്ടി ഉണ്ടാക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഇതുമ്പോൾ നൂലൊക്കെ കൊണ്ടുവന്ന് കാണിക്കണം എന്താ വെച്ചാൽ ഓക്ക് എന്താ പറയുക ഒരു സംഭവങ്ങൾ ഉണ്ടാക്കുന്ന ഒരു പരിപാടിയാണല്ലോ അപ്പോൾ അതിൻ്റെ നൂല് വാങ്ങിത്തരുമോ വെച്ച് പിന്നാലെ നടക്കുന്നു. പരീക്ഷ കഴിയാതെ ഞാൻ വാങ്ങിത്തരില്ല എന്ന് ഞാൻ അവളോട് എന്നും പറയും. പക്ഷേ പിന്നാലെ നടന്നിട്ടുണ്ടല്ലോ നമ്മളെങ്ങോട്ട് വെറുപ്പിച്ച് വാങ്ങിപ്പിക്കുകയാണ് കേട്ടോ. കാരണം ബുക്ക് എടുക്കുന്ന ടൈമൊക്കെ ഈ ഒരു സംഭവം ഇങ്ങനെ ഓരോ പൂമ്പാറ്റിനെയൊക്കെ ഉണ്ടാക്കി കുത്തിരിക്കുകയാണ് കുട്ടി. അപ്പോൾ പിന്നെ ഞാൻ പരീക്ഷ കഴിഞ്ഞിട്ട് തരാമെന്ന് പറഞ്ഞിട്ടൊന്നും കേൾക്കാതെ വാങ്ങിപ്പിച്ചതാണ് പിന്നോട്. ഏതായാലും ഇവിടെ അടുത്ത കടയിൽ തന്നെ ഉള്ളതുകൊണ്ട് ഒരു അധികം നല്ലതൊന്നല്ല, ചെറിയ ഉണ്ടാണ്, അപ്പോൾ അതങ്ങനെ വാങ്ങിയതാണ്. അപ്പോൾ ഇന്ന് പുട്ടും ബീഫുമാണ്, നമ്മളെ ആണ്ടിൻ്റെ ബീഫാണ്. അതല്ല അപ്പോൾ പുട്ടുണ്ടാക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പുട്ടുപൊടിയൊക്കെ ഇട്ട് ഇതാ നമ്മളവിടെ ഉണ്ടാക്കാനിട്ട് ആ ടൈമിലാണ് മോള് വിളിച്ചിട്ടുണ്ടായിരുന്നു. അവൾ ഇന്ന് ഇങ്ങോട്ട് വന്നിട്ടില്ല, അവൾ ഹസ്ബൻഡ് ഇവിടെ ഉണ്ട്, അരീക്കോട് ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ പക്ഷേ അവൾ പോന്നിട്ടില്ല കേട്ടോ. അവൾ ഇന്നലെ മഞ്ചേരി എന്നൊക്കെ എല്ലാവരും കണ്ടതല്ലേ എന്നും പറഞ്ഞിട്ട് അവൾ പോന്നിട്ടില്ല. അപ്പോൾ ഐറൂസ് നല്ല ഉറക്കമാണെന്ന് പറഞ്ഞു. ഞങ്ങൾ കുറച്ച് നേരം ഒരു അരമണിക്കൂറോളം വീഡിയോ കോളൊക്കെ ചെയ്തിങ്ങനെ നിന്നു. ഇത് സൺഡേ ദിവസത്തെ വീഡിയോ ആയതുകൊണ്ട് തന്നെ തുത്തൂന് വീഡിയോ കോളിലൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ. കാരണം അവൾ സൺഡേ മക്കൾ സ്കൂൾക്കൊന്നും പോവാതെ വീട്ടിൽ അലമ്പ് കാട്ടി നിൽക്കുന്നുണ്ടാവും. അപ്പോൾ ആ ദിവസമൊക്കെ വീഡിയോ കോൾ ചെയ്യാൻ ഭയങ്കര പാടാണ്, കിട്ടാറില്ല. ശനി ഞായറും അവളെ വീഡിയോ കോളിൽ കിട്ടാൻ ഭയങ്കര പണി കേട്ടോ. എന്നാലും ചിലപ്പോൾ ഇങ്ങോട്ട് ഒരു ഗ്യാപ്പ് കിട്ടിയാൽ വിളിക്കും എന്ന് എനിക്കറിയാം. അതുകൊണ്ട് പിന്നെ ഞാൻ അങ്ങോട്ട് വിളിച്ച് വെറുപ്പിക്കാറില്ല. ഞാൻ എപ്പോഴും പറയാം എനിക്ക് എപ്പോഴാണോ ഫ്രീ ആവണത് അപ്പോൾ ഈ വിളിച്ചുകൊണ്ട് നമുക്കിങ്ങനെ ഞാൻ പിന്നെ ഹെഡ്സെറ്റും വെച്ചിട്ട് അവിടെ ഓണാക്കിയുടെ വെക്കും, സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ നമ്മളെ പണികൾ എടുക്കും, അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അവളോട് എല്ലാവരോടും മോളൂനോടായാലും നീനുനോടായാലും തുത്തൂനോടായാലും ഒക്കെ പറയലേ നിങ്ങൾക്ക് എപ്പോഴാണോ ഫ്രീ ആവണേ അപ്പോൾ ഇന്നെ വിളിച്ചുകൊണ്ട് അപ്പോൾ ഞാൻ ഇവിടെ ഫ്രീ ആവും എന്നാണ് പറയലേ. പിന്നെ എന്തെങ്കിലും നമുക്ക് ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ പറയുകയും ചെയ്യാമല്ലോ. അപ്പോൾ നീ തുത്തുനെ ഏതായാലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് മോള്. പക്ഷേ ഞാൻ പറഞ്ഞു വേണ്ട, മോള് അവിടെ തിരക്കായിരിക്കും, അതുകൊണ്ടായിരിക്കും വിളിക്കാത്തതെന്നും പറഞ്ഞു. അങ്ങനെ ഞാൻ പുട്ടിന് വണ്ണിപ്പിടിച്ച് ഇങ്ങനെ ചെയ്തുകൊണ്ട് ഓളോട് അങ്ങനെ സംസാരിച്ചിരുന്നു കേട്ടോ. പിന്നെ ഐറൂസ് കൊണ്ടുവരുന്ന സൗണ്ടുകളോ ഉറങ്ങിയിരുന്നു. പിന്നെ കൊണ്ടുവരുന്ന സൗണ്ട് കേട്ടപ്പോൾ ഫോൺ കട്ട് ചെയ്തു. പിന്നെ ഞാൻ വേഗം തേങ്ങ ചിരണ്ടാനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടി പോയി പുട്ട് റെഡിയാക്കാൻ വേണ്ടി. അപ്പുറത്തെ അടുപ്പത്ത് നമ്മൾ പാലാക്കേക്കുള്ള സാബുനരി അടുപ്പത്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതങ്ങനെ ഏകദേശം വന്ന ടൈമിൽ അതിലേക്ക് ഇതാ പഴമൊക്കെ ഇട്ട് കൊടുത്തു. നെയ്യിൽ വാട്ടിയ പഴമൊക്കെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പഞ്ചസാരയും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്ത് അതങ്ങനെ തിളപ്പിക്കണം. ഏറ്റവും ലാസ്റ്റ് എല്ലാം വെന്ത് കഴിഞ്ഞിട്ട് പിന്നെ തേങ്ങാപ്പാൽ അങ്ങോട്ട് പാരാന്ന് വിചാരിച്ചു. ഇപ്പം മുന്തിരി ഒന്നും ഇട്ടിട്ട് തൂമിക്കേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് ആ ഒറ്റ പരിപാടിയുള്ളൂ. തേങ്ങാപ്പാൽ കാരണം ഓഫ് ചെയ്യുക, വേറെ ഒന്നും ചെയ്യാറില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആകെ പണിയൊക്കെ ലാഭമാണ്. എന്തായാലും ഇതാ നമ്മളെ പുട്ട് സെറ്റാകുന്നുണ്ട്. നമ്മൾ ആ മൺപിടിച്ച പുട്ടും തേങ്ങയൊക്കെ ഇട്ട് കൊടുത്തത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ബീഫ് അവിടെ ചൂടാക്കി വെച്ചിട്ടുണ്ട് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട്. അങ്ങനെയുള്ള നീനുട്ടിനോട് ഇതെന്താ വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഇങ്ങനെ കുറേ നേരം ആലോചിച്ചിട്ടോ പുട്ടുണ്ടാക്കിയാലോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു പുട്ടിന് വേണ്ട, അവിടെ തന്നെ എന്നും പുട്ടാണ് അറിയാൻ പറഞ്ഞാൽ അവിടുത്തെ പുട്ടല്ല ഇവിടുത്തെ പുട്ട് നല്ല അടിപൊളി സോഫ്റ്റ് പുട്ടായിരിക്കും എന്ന് പറഞ്ഞപ്പോൾ എന്നാൽ ഓക്കെ പുട്ട് ചുട്ടുമെന്നും പറഞ്ഞിട്ട് അങ്ങനെ ഉണ്ടാക്കിയതാണ്. പിന്നെ ഇന്നലെ അമ്മാൻ്റെ ബിരിയാണിയൊക്കെ കഴിച്ചതല്ലേ, ആ പലിച്ചക്കും ഒക്കെ ബിരിയാണി തന്നെയായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ ഇനിയിപ്പോൾ വെറുതെ ചോറ് വെക്കണ്ടല്ലോ, നെയ്ച്ചോറായിരിക്കും ഇഷ്ടം, ചോറ് വെക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടും പിന്നെ അങ്ങനെ വെക്കാത്തതാണ് കേട്ടോ. അത് അവിടെ പുട്ടുകൾ വേവുന്നുണ്ട്. അപ്പോൾ ഇന്ന് ബീഫ് ഓൾറെഡി വെച്ചതുള്ളത് കൊണ്ട് തന്നെ ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ടാണ് കിച്ചണിക്ക് വന്നത് കേട്ടോ. കുറേ നേരത്തെ ഒന്നും വന്ന് കയറിയിട്ടില്ല. അപ്പോൾ ഇനിയിപ്പോൾ ജ്യൂസും കൂടി അടിച്ച് വെച്ച് നമ്മളെ പണി തീർന്നു. അപ്പോൾ ഞാൻ വേഗം പൈനാപ്പിൾ കട്ട് ചെയ്ത് ജ്യൂസ് അടിക്കുകയാണ് കുറച്ച് കഴിക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് പൈനാപ്പിളൊക്കെ ആയാലും എന്തായാലും ഇപ്പോൾ ജ്യൂസിലേക്കാണ് ഇഷ്ടം, ഇങ്ങനെ ഫ്രൂട്ട്സ് അങ്ങനെ കഴിക്കണതാണ് കേട്ടോ. എന്താ അറിയില്ല, നമ്മളങ്ങനെ ഡയറ്റ് ചെയ്ത ആ സമയത്ത് ഇങ്ങോട്ട് ശീലമായതാണ്. ഇപ്പോൾ എനിക്ക് ജ്യൂസ് കുടിക്കാൻ ഭയങ്കര പേടിയാണ്. അതുകൊണ്ട് ആ കുടിക്കാനായിട്ട് ഒരുങ്ങുമ്പോക്കിന് പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് പഞ്ചസാര ആണല്ലോ, കലോറി ആണല്ലോ എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചിട്ടൊരു ടെൻഷനാണ് കേട്ടോ. അപ്പം അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇപ്പോൾ കഴിക്കലില്ല സത്യം പറഞ്ഞാൽ. എവിടെ പോയാലും നമ്മളിപ്പോൾ ഷോപ്പിലൊക്കെ പോയാലും ഇവിടെ ജ്യൂസൊക്കെ കുടിക്കാൻ കയറിയാലും ഞാൻ ജ്യൂസ് കുടിക്കാറില്ല, ചായ മാത്രമേ കുടിക്കാറുള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ മിക്സിയിൽ അരക്കാൻ വെച്ചിട്ടുണ്ട്. വെച്ച സമയത്ത് പഞ്ചസാര ഇതിൽ പഞ്ചസാരൻ്റെ പാത്രത്തിൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിലേക്ക് ഇട്ടതാണ്. അപ്പോൾ നോക്കുമ്പോൾ നമ്മൾ കൊണ്ടുവന്ന പഞ്ചസാരയും കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പം അതൊക്കെ വാങ്ങണം. അപ്പോൾ നമ്മൾ നോമ്പാകുമ്പോൾ പുറത്തു പോയി ഒക്കെ വാങ്ങാനും ഒന്നായിട്ട് ഞാൻ അങ്ങനെ മാസത്തിൽ പോയി വാങ്ങാറാണ്. അപ്പോൾ അത് എനിക്ക് നോമ്പായതുകൊണ്ട് ഭയങ്കര മടിയായിട്ട് ഇങ്ങനെ നിന്നതാണ് കേട്ടോ. അപ്പം
പിന്നെ വിചാരിച്ചു പെരുന്നാളിൻ്റെ മുന്നായിട്ട് എന്തായാലും ഒന്ന് ഇറങ്ങേണ്ടി വരും, പെരുന്നാൾക്കുള്ള പായസം ഉണ്ടാക്കാനുള്ള അങ്ങനെയൊക്കെ സാധനം വാങ്ങാൻ എന്തായാലും ഒന്ന് ഇറങ്ങേണ്ടി വരുമല്ലോ. അപ്പോൾ ടൈമിൽ കുറച്ച് അത്യാവശ്യം സാധനങ്ങൾ വാങ്ങും. അപ്പോൾ തൽക്കാലം ഇവിടുന്ന് ഇങ്ങനെ നമ്മുടെ അടുത്ത് തന്നെ ഒരു കട ഉണ്ടല്ലോ, എല്ലാ സാധനങ്ങളും കിട്ടും കേട്ടോ. അപ്പോൾ ഇതുമുന്നോട് ഇങ്ങനെ വൈകുന്നേരം ആവശ്യമുള്ളത് കൊണ്ടിരിക്കും. അങ്ങനെ 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 അഡ്ജസ്റ്റ് ചെയ്ത് പോവുകയാണ്. ഇനി പെരുന്നാൾക്കൊക്കെ ഉണ്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ട് എന്തായാലും ജ്യൂസും കൂടെ റെഡിയാക്കി. പിന്നെ ഏകദേശം ഒരു 6-6:30 ഒക്കെ ആയപ്പോഴാണ് ഞാൻ പിന്നെ ഒക്കെ ഇതാ കൊണ്ടുവയ്ക്കുന്നത്. കാരണം അപ്പോക്കിന് ഇതും മുന്നീനൊക്കെ ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. വിശന്ന് കൊണ്ടിലേക്ക് എത്തുന്നുണ്ട് ഒക്കെ. പിന്നെ ഞാൻ 6:30 ഒക്കെ ആയിട്ട് ഇപ്പോൾ 6:40 ബാങ്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ 6:30 കഴിഞ്ഞിട്ട് കൊണ്ടുവയ്ക്കാമെന്ന് കരുതി ഇങ്ങനെ നിന്നതാണ്. അപ്പോൾ കുറച്ച് ചിക്കൻ കറി ഫ്രിഡ്ജിലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതും ചൂടാക്കി. നമ്മൾ ബീഫ് പിന്നെ അതിലേക്ക് വെള്ളമൊന്നും ഒഴിച്ചില്ല കേട്ടോ. ഞാൻ എങ്ങനെയാണോ നമ്മളെ ആ പള്ളിയിൽ നിന്ന് കിട്ടിയത് അതേപോലെ തന്നെയാണ്. അപ്പോൾ അതിക്ക് വെള്ളം ഒഴിച്ച് നീട്ടാനോ ഒന്നും ആക്കിയിട്ടില്ല. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റല്ലോ. അപ്പം ഞാൻ വേഗം അത് നന്നായി ചൂടാക്കിയതും ഒക്കെ അവിടെ കൊണ്ടുവച്ചു. ഇതും ഒരു ഗ്ലാസ് പൈനാപ്പിൾ ജ്യൂസ് കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട് കേട്ടോ. നീനുട്ടിക്ക് അത് ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ പിന്നെ പൈനാപ്പിൾ അതവിടെ കട്ട് ചെയ്ത് കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. പൈനാപ്പിൾ ഉണ്ട്, മാങ്ങയും കട്ട് ചെയ്ത് ഫ്രൂട്ട്സായിട്ട് കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, പുട്ടും കറിയും പാലായ്ക്കും ഒക്കെ എല്ലാം മേശപ്പുറത്ത് കൊണ്ടുപോയി വെച്ചു. ഞാൻ കൊണ്ടുപോയി വെച്ചപ്പോൾ ഒരു വാങ്ങ് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ വേഗം ഇതാപോലെ അവിടെ കഴിക്കുക, നിങ്ങൾ കഴിച്ചുകൂടി, ഞാൻ ഇതിൻ്റെ ചായ തിളക്കുന്നുണ്ട്, നമുക്ക് ചായ അല്ലാതെ പറ്റുമോ, ഇതിൻ്റെ ചായയുടെ അടുപ്പത്ത് ഇങ്ങനെ തിളച്ചുകൊണ്ട് നിൽക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ അതെടുത്ത് വരട്ടെ, നിങ്ങൾ കഴിച്ചോളി എന്നാണ്. അപ്പോൾ അവർ കരക്കൊക്കെ കഴിച്ചിട്ട് ഇതാ പാലായ്ക്ക ഫസ്റ്റ് തന്നെ സ്റ്റാർട്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ പാലായ്ക്ക കഴിക്കുമ്പോൾ ഒരുമിച്ച് വരാമെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ചായ അവിടെ ഇങ്ങനെ തിളപ്പിച്ചുകൊണ്ട് നിൽക്കണം കേട്ടോ. അതങ്ങോട്ട് കിട്ടിയാലേ ചായ അങ്ങോട്ട് കുടിച്ചാലേ തല അങ്ങോട്ട് റെഡി ആവുള്ളൂ. അത് കുടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഫുഡ് കഴിക്കാനിരിക്കുന്നത്. അപ്പോൾ നീനുട്ടി ഇങ്ങനെ പറയുന്നുണ്ട്, അമ്മച്ചി തിന്ന് കഴിഞ്ഞിട്ട് നമുക്ക് ചായ ഉണ്ടാക്കി കുടിക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ചായ അങ്ങോട്ട് കിട്ടിയാലേ പിന്നെ നമുക്ക് ആ ഒരു എന്താ പറയുക നോമ്പ് തുറന്ന ഒരു ഫീല് കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ കാരക്കും വെള്ളം കുടിച്ചു. ആ ചായ തിളക്കണോ നോക്കി അങ്ങനെ അവിടെ നിന്ന് കുറച്ച് നേരം പിടിക്കുമല്ലോ, അങ്ങനെ എന്താ പറയുക ഒരു തിളപ്പിച്ച് നിർത്തി അങ്ങനെ 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 അതിൻ്റെ ചായപ്പൊടിൻ്റെ ആ ഒരു സത്തും കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് പുറത്തേക്ക് വരുന്നവരെ തിളപ്പിച്ചിട്ടാണ് ഞാൻ ആ ചായ ഉണ്ടാക്കുക. അങ്ങനെ പിന്നെ എല്ലാവരും കൂടി ഇരുന്ന് ഫുഡ് കഴിക്കണ്ടോ. ഞാനും ഇതാ പാലായൊക്കെ കഴിക്കുന്നുണ്ട്. ഞാൻ കുറച്ച് ഇച്ചിരി എടുത്തിട്ടുള്ളൂ. പിന്നെ നീനുട്ടിയും ഞാനും ഒരു പ്ലേറ്റിൽ നിന്നാണ് കഴിക്കാമെന്ന് കരുതി. നോക്ക് എന്തായാലും വാരി കൊടുക്കേണ്ടി വരും. വാരി കൊടുക്കാന്ന് പറയുന്നത് നോക്കത് എന്താ പറയുക മിസ് ചെയ്യും അവിടെ എത്തുമ്പോൾ. അപ്പോൾ പിന്നെ ഞാൻ കരുതി ഞാനും ഉള്ള ഒരു പ്ലേറ്റിൽ നിന്ന് തന്നെ കഴിക്കാമെന്ന് കരുതി. അപ്പം ഞാൻ പറഞ്ഞിട്ടോ പപ്പടം പൊരിച്ചു കേട്ടോ. പപ്പടം പൊരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ബീഫും പുട്ടും പപ്പടും കൂടി അങ്ങോട്ട് കുഴച്ച് എൻ്റെ അമ്മോ, ആ ബീഫാണെങ്കിൽ അടിപൊളി, നല്ല നെയ്യൊക്കെ ഉള്ള അടിപൊളി ബീഫായിരുന്നു കേട്ടോ. എൻ്റെ അമ്മ എനിക്കിത് വോയിസ് കൊടുക്കുമ്പോൾ വരെ എനിക്ക് വായിൽ വെള്ളം വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും അത് കുഴച്ച് ഞങ്ങളും കഴിച്ചു. ഞാൻ പിന്നെ ചിക്കൻ കറി ഒന്നും പാർന്നിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ആ ബീഫിൻ്റെ മസാലയും കൂട്ടിയിട്ടാണ് കഴിച്ചത് കേട്ടോ. അപ്പോൾ നീനുട്ടിക്ക് ഞാൻ വാരി കൊടുക്കുന്നുണ്ട്, ഇട്ടിട്ടുള്ള ഞാനും കഴിക്കുന്നുണ്ട്. അങ്ങനെയാണ് ഫുഡ് കഴിച്ചത്. പിന്നെ എൻ്റെ ഹസ്ബൻഡ് വന്നപ്പോഴും ഒരു 7 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ മൂപ്പര് വന്ന പാടെ ഞാനവിടെ ഞങ്ങൾ ഇന്ന് കുറച്ച് ലേറ്റ് ആയാലും ഞാൻ ചായ ഉണ്ടാക്കാൻ റോലി നീനും എന്നെ വെയിറ്റ് ചെയ്ത് കുറച്ച് ബാങ്ക് കൊടുത്ത് കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് ഞങ്ങളിന്ന് ഫുഡ് കഴിച്ചത് കേട്ടോ. അപ്പോൾ മൂപ്പരും അപ്പോൾ ഞങ്ങൾ കഴിക്കുമ്പോൾ തന്നെ മൂപ്പരും വന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞാൻ പാത്രം കാര്യങ്ങളൊക്കെ കഴുകി വെച്ചപ്പോൾ നീനുട്ടി ഇതവിടെ വന്ന് ഇരുന്നമ്മച്ചി എനിക്കൊന്ന് കുളിക്കണം, നാളെ പോവുകയാണല്ലോ, അപ്പോൾ കുളിക്കാൻ വേണ്ടിയിട്ട് എണ്ണ തേച്ചിടമ്മ. അപ്പോൾ ഞാൻ അവളെ മുടിമലത് എണ്ണയൊക്കെ തേച്ച് കൊടുത്ത് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ ഉള്ള ഒറ്റയ്ക്ക് ഞാൻ പറഞ്ഞില്ല, അവള് ഇന്നലെ രാത്രി കുളിച്ചപ്പം രാത്രി ആയതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് എണ്ണ തേച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ മുടിയൊക്കെ പാറി നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഓക്ക് ഇന്ന് നല്ലോണം എണ്ണയൊക്കെ തേക്കണം ഒന്ന് എന്താ പറയുക ഷാമ്പൂ ഒക്കെ തേച്ച് കുളിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ്. അപ്പോൾ എണ്ണയൊക്കെ തേച്ചിട്ടുണ്ട്. ആ നേരമൊക്കെ ഇതും കണ്ടോ, ഈ ഒരു നൂലും വെച്ചുള്ള കളിയാണ് കേട്ടോ. എനിക്കറിയില്ല പരീക്ഷയ്ക്ക് ഇനി എന്താവുമെന്ന്. ഈ കാര്യമായിട്ട് ഇതുതന്നെയാണ് ഇപ്പം ഫുൾ ടൈം പരിപാടി. നീനും ഇതവിടെ എണ്ണയ്ക്ക് തേച്ച് ഇങ്ങനെ റീൽസും കണ്ടിരിക്കുകയാണ്. അപ്പോൾ കുളിക്കാൻ മുകൾക്ക് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ മുകളിൽ എന്താ പറയുക ബാത്റൂമിൽ നിന്നാണ് കുളിക്കണത് കേട്ടോ. നമ്മൾ കിച്ചണിൻ്റെ കുറച്ച് പണികളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നില്ല, നമ്മൾ കിച്ചണ് ഒന്ന് സെറ്റാക്കി എടുത്ത ആ ഒരു ടൈമിൽ മുകളിൽ ബാത്റൂമിൽ കുറച്ച് ചില്ലറ പണികളുണ്ടായിരുന്നു. അതൊക്കെ തീർത്ത് ബാത്റൂം അടിപൊളിയാക്കിയിട്ടിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ എല്ലാവരും മുകളിൽ നിന്ന് മോളും ആണെങ്കിലും നീനും ആണെങ്കിലും ഇതും ആണെങ്കിലും കുളിക്കുക അപ്പോൾ മോൾക്കാണ് വരിക. അപ്പോൾ അവർക്ക് അവിടെ ഭയങ്കര ഇതാണ് ഇഷ്ടമാണ്. ഒന്നാമത് ഷവറൊക്കെ വെച്ചിട്ടുണ്ട്. താഴത്തെ ബാത്റൂമിൽ ഷവറില്ല. അപ്പോൾ ഒരിക്കൽ ഇവിടുന്ന് ആകുമ്പോൾ നല്ല ഷവറിലൊക്കെ കുളിക്കാമല്ലോ എന്ന് പറഞ്ഞാൽ എല്ലാവരും കഴിയുമ്പോൾ ഷവറിലാണ് കുളിക്കാറുള്ളത് കേട്ടോ. അപ്പോൾ ഓൾ കുളിക്കാൻ വന്ന ടൈമിൽ ഞാൻ ഓൾത് അയൺ ചെയ്യാമെന്നും കരുതി. ഏതായാലും വെറുതെ മുകളിൽ ഇങ്ങനെ ഇരിക്കണ്ടല്ലോ എന്ന്. ഇനിയിപ്പോൾ നാളെ രാവിലെ എന്തായാലും എണീറ്റ് അയൺ ചെയ്യേണ്ടി വരും. അപ്പോൾ വേഗം അതുകൊണ്ട് തീർക്കുകയാണ് കേട്ടോ. അപ്പം കുറച്ച് ഒരു 4-5 കൂട്ട ഡ്രസ്സ് ഉണ്ട്. പെരുന്നാളിൻ്റെ മുന്നേ ഒന്നും കൂടി ഉള്ളൊന്ന് വരാം, ഒരു ലീവും കൂടി കിട്ടുമായിരിക്കും എന്നാണ്. പിന്നെ പെരുന്നാൾക്ക് 2 ദിവസം എന്തായാലും ലീവ് കിട്ടുമായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ ഒരു 4-5 ദിവസത്തിനുള്ള ഡ്രസ്സുകളൊക്കെ എടുത്തിട്ട് ഒക്കെ
അയൺ ചെയ്ത് വെച്ചു. ഞാൻ അയൺ ചെയ്ത് കൊണ്ടുവെക്കുമ്പോഴാണ് ഓളെ കുളിയും കഴിഞ്ഞ് ഓള് വന്നത് കേട്ടോ. അപ്പോൾ താഴത്തേക്ക് ഇറങ്ങിപ്പോയി, നല്ല ചൂടാണ് മുകളിൽ എന്നും പറഞ്ഞിട്ട്. അപ്പോൾ ഞാനിത് കഴിഞ്ഞ് വരാം, ഒരു ഡ്രസ്സും കൂടി അയൺ ചെയ്യാനുണ്ട്. ഇതും വേണമെങ്കിൽ ഇതായിട്ട് എൻ്റെ ഫോണിൽ എന്തോ പാട്ടും എന്തൊക്കെ ഇട്ട് വെച്ചുകാണ്ട് ഓൾ അപ്പോഴും തുന്നലും പരിപാടിയൊക്കെ ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അതാ ഈ ഒരു ഡ്രസ്സും കൂടി ഉണ്ട്, അതും കൂടി അയൺ ചെയ്താൽ കഴിഞ്ഞാൽ നമുക്ക് താഴേക്ക് ഇറങ്ങാം. അങ്ങനെ ഞാൻ താഴെ ഇറങ്ങി വന്നൊക്കെ എന്നെ ഒന്ന് നന്നായിട്ട് മേലെ എഴുകി. കുളിച്ചിട്ടില്ല കേട്ടോ, ഇന്നലെ നല്ല കുളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് കുളിച്ചിട്ടില്ല, നല്ല നല്ല അടിപൊളിയായിട്ട് മേല് കഴുകി. അപ്പോൾ അതാ ഞങ്ങൾ ഇനി കിടക്കുകയാണ്. ഇതുമ്മു ഉറങ്ങിയിട്ടില്ല, നാളെ സ്കൂളില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത്. 12 മണിയായിട്ടുണ്ട്. ഞാൻ സമയം കാണിച്ചു തരാണ്ടോ, 12:20 ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. ബാക്കി നാളെ കാണാൻ. ബൈ.